നമസ്കാരം. അപ്പേ ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും വൈഫ് വിളിച്ചിട്ട് പറഞ്ഞു കറിക്കൊന്നുമില്ല, അപ്പൊ എന്തെങ്കിലും കറിക്ക് വാങ്ങിക്കോട്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ചിക്കൻ കഴിക്കാനൊരു കൊതി തോന്നി. ചിക്കൻ ഞാൻ അങ്ങനെ പൊതുവെ അധികം കഴിക്കാറില്ല, റയറാണ്. എപ്പോഴും ഞങ്ങൾ ബീഫാണ്. അപ്പൊ ഇന്ന് ഈ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാല് ഫേസ്ബുക്ക് തുറന്നാലും ഈ ചിക്കൻ കാല് വറുത്തത് പൊരിച്ചത് ചിക്കൻ കറി ഇതൊക്കെ കണ്ട് നമ്മളെ കൊതിപ്പിക്കും. അപ്പൊ ഇന്ന് ഞാൻ ഒരു ചെറിയ കോഴി വാങ്ങിച്ചു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മമ്മിയുടെ വീട്ടിൽ പോയി മമ്മി ഇത് കഴിക്കുകയില്ല, അപ്പൊ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുഞ്ഞിക്കോഴി വാങ്ങിച്ച് അതിന്റെ ലെഗ് പീസ് കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യാതെ എടുക്കാൻ പറഞ്ഞു. ബാക്കി നമ്മൾ കട്ട് ചെയ്ത് കറിക്ക് വേറെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ലെഗ് പീസ് നമ്മൾ ബട്ടറിലാണ് വറുക്കാൻ പോണം. എനിക്ക് തോന്നിയൊരു ഐഡിയയിൽ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ പോണു. പിന്നെ അതുപോലെ നമ്മുടെ ചിക്കനും ബട്ടറിലാണ് കറി വെക്കാൻ പോണത്. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. കമോൺ. ലെഗ് പീസ് നമ്മൾ ഇങ്ങനെയാണ് വരയാൻ പോണത്. ഇങ്ങനെ നല്ലോണം വരയും. ഒരെണ്ണം വരഞ്ഞിട്ട് ഒരെണ്ണം വരഞ്ഞിട്ടില്ല. അത് വരഞ്ഞ ശേഷം നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറുനാരങ്ങ, ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് പെരട്ടി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വറക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ മസാല പെരട്ടി വെച്ച ചിക്കൻ ലെഗ് പീസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകും? നമ്മുടെ മസാല പുരട്ടിയേക്കണ ചിക്കൻ കൂട്ടനെ കണ്ടില്ലേ? അങ്ങനെ ചിക്കൻ കാല് നമ്മൾ ലെഗ് പീസ് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ട. ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഇത് ഏതെങ്കിലും അത്ര സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിക്കോളൂ. അപ്പൊ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളാണ്. നമ്മുടെ ചിക്കനിലെ ഒരു മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ചീസിലിട്ടാണ് ഫ്രൈ ചെയ്യാൻ പോണേ. അപ്പൊ അതെ നമ്മുടെ പാനിലേക്ക് ചീസ് ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആക്കാൻ പറ്റുക കേട്ടോ. ഫ്രൈ ആയിക്കൊണ്ട് ബാക്കി വിശേഷം കാണിച്ചുതരാം. അത് നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ ഒന്ന് കഴിച്ചു നോക്കട്ടെ, എങ്ങനെയാണ് നോക്കട്ടെ. കടിക്കടിക്കട്ടാ, ഒരു കടി അടിച്ചേ. നമ്മുടെ ചിക്കൻ ഫ്രൈ നല്ല സോഫ്റ്റും ആണ്, ജ്യൂസി ആണ്. ഇതിനടുത്ത് നമ്മുടെ ബട്ടർ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബട്ടർ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഒന്ന് കടിച്ചു പോരടാ. അതും ആ ബട്ടറിൽ കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് അടിച്ചതിനോടാ. കൊതികളാണെന്നിരുന്നാലും എല്ലാവരും വീട്ടിൽ വന്നാൽ ഞാൻ ഉണ്ടാക്കി തന്നേക്കാം. സ്നേഹത്തോടെ സ്വന്തം റോച്ച.